ഹരി ഓം. 94-ാമത്തെ സ്തുതി. ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങൾ. ഇത് ഭാഗവതത്തിൽ 11-ാമത്തെ സ്കന്ധം 20-ാമത്തെ അധ്യായം 29 മുതൽ 37 വരെ. ഉദ്ധവർ ഭഗവാനോട് ചോദിച്ചു, ഈശ്വരൻ്റെ വാക്കാണ് വേദങ്ങൾ. എന്നാൽ വേദങ്ങളിൽ ഒട്ടേറെ വിധി നിഷേധങ്ങൾ കാണുന്നു. ഇവയുടെ അടിസ്ഥാനം എന്ത്? ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം, കർമ്മം, ഭക്തി, ഇങ്ങനെ 3 യോഗം മനുഷ്യ ശ്രേയസ്സിനായി ഞാൻ അരുളി ചെയ്തിട്ടുണ്ട്. ഇതിന് മറ്റ് ഉപായങ്ങളില്ലെന്ന് ദൃഢമായി വിശ്വസിക്കുക. വിഷയാസക്തിയുള്ളവന് കർമ്മയോഗവും. ഇത് ഭഗവത്ഗീതയിലും നമുക്ക് കാണാൻ കഴിയും. എല്ലാ വിഷയത്തിലും വിരക്തി വന്നവന് ജ്ഞാനയോഗവും, വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി ശ്രമിക്കുന്നവനും ഭക്തിയോഗവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കർമ്മജ്ഞാന ഭക്തിയോഗങ്ങൾ വേദപ്രസിദ്ധങ്ങളാണ്. വേദത്തിൽ കാണുന്ന വിധി നിഷേധങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അധികാര ഭേദേനയാണ്. സ്തുതി കേൾക്കാം. ശ്രീഭഗവാനുവാച പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃന്മുനേ കാമാ ഹൃദയാ നശ്യന്തി സർവേ മയി ഹൃദി സ്ഥിതേ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേ അഖിലാത്മനി തസ്മാൻ മദ്ഭക്തിയുക്തസ്യ യോഗിനോ വൈ മദാത്മനഃ ന ജ്ഞാനം ന ച വൈരാഗ്യം പ്രായശ്രേയോ ഭവേദിഹ യത്കർമ്മഭിർയത്തപസാ ജ്ഞാനവൈരാഗ്യതശ്ച യത് യോഗേന ദാനധർമ്മേണ ശ്രേയോഭിരിതരൈരപി സർവം മദ്ഭക്തിയോഗേന മദ്ഭക്തോ ലഭതേ അഞ്ജസാ സ്വർഗാപവർഗം മദ്ധാമ കഥഞ്ചിത് യതി വാഞ്ചതി ന കിഞ്ചിത് സാധവോ ധീരാ ഭക്താ ഹേകാന്തിനോ മമ വാഞ്ചന്ത്യപി മയാ ദത്തം കൈവല്യമപുനർഭവം നൈരപേക്ഷ്യം പരം പ്രാഹുർനിശ്രേയസമനൽപകം തസ്മാൻ നിരാശിഷോ ഭക്തിർനിരപേക്ഷസ്യ മേ ഭവേത് ന മയി ഏകാന്തഭക്താനാം ഗുണദോഷാദ്ഭവാ ഗുണാഃ സാധൂനാം സമചിത്താനാം ബുദ്ധേ പരമുപേയുഷാം ഏവമേതാന്മയാദിഷ്ടാനനുതിഷ്ഠന്തി മേ പഥ ക്ഷേമം വിന്ദന്തി മസ്താനം യത് ബ്രഹ്മ പരമം വിദുഃ. താൻ ഈ നിശ്ചിത കാര്യം ചെയ്യാൻ ഈശ്വരനാൽ നിയുക്തനായിരിക്കുന്നു എന്ന വിചാരത്തോടെ ഒരു കാര്യം ഈശ്വര പ്രീത്യർത്ഥമായി നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ മനസ്സിലെ കർമ്മവാസനകളും രാഗദ്വേഷാദികളും തന്നെത്താൻ നശിക്കും. അങ്ങനെ നിരന്തരമായ കർമ്മയോഗാനുഷ്ഠാനത്താൽ വിഷയാസക്തി കുറയും. അപ്പോൾ മനസ്സ് തെളിയും. തെളിഞ്ഞ മനസ്സിലെ നിർമ്മല ജ്ഞാനം പ്രകാശിക്കും. സ്വധർമ്മം തെറ്റാതെ അല്പവും പാപം ചെയ്യാതെ ശുദ്ധനായി വർത്തിക്കുന്നവൻ നിർമ്മല ജ്ഞാനത്തെയും എന്നിലുള്ള ഭക്തിയെയോ പ്രാപിക്കും. എന്നാൽ സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ ഇച്ഛിക്കരുത്. ലക്ഷ്യം സായുജ്യമായിരിക്കണം. ശരീരം അനുനിമിഷം നശിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് മരണത്തിന് മുമ്പ് തന്നെ നിത്യാനന്ദം അല്ലെങ്കിൽ മോക്ഷം നേടാൻ പ്രാപ്തനാകണം. ഉദാഹരണത്തിന്, മരം വെട്ടുകാർ വൃക്ഷം മുറിക്കുമെന്നറിഞ്ഞാൽ ആ ക്ഷണത്തിൽ അതിൽ വസിക്കുന്ന പക്ഷികൾ പറന്നു പോയി രക്ഷ പ്രാപിക്കും. അതുപോലെ വിദ്വാൻ ആത്മാവിനെ അറിഞ്ഞ് മോക്ഷം പ്രാപിക്കുന്നു.
ശമദമാദികൾ ശീലിച്ചാൽ ഭക്തി വർദ്ധിക്കും. പിന്നെ ഭഗവാനെ ധ്യാനിച്ച് നിരന്തരം ഭജിക്കണം. ഭഗവാൻ പറയുന്നു, അങ്ങനെയുള്ളവൻ്റെ മനസ്സിൽ ഞാനിരുന്ന് ആഗ്രഹങ്ങളെ നശിപ്പിക്കും. ഭക്തി കൊണ്ടു തന്നെ എല്ലാ ശ്രേയസ്സുകളും ലഭിക്കും. ഭക്തിയോഗം കൊണ്ട് പ്രയാസമില്ലാതെ മോക്ഷവും വൈകുണ്ഠവും പ്രാപിക്കാം. വിഷയാശയറ്റ ഭക്തൻ എൻ്റെ സ്നേഹഭാജനമായി ഭവിക്കും. അങ്ങനെയുള്ളവർക്ക് ലേശം പോലും പാപങ്ങളില്ല. ഞാൻ പറഞ്ഞ ഈ മാർഗങ്ങൾ തുടരുന്നവൻ പരബ്രഹ്മത്തിനെ ശരിയായി അറിയും, എൻ്റെ സ്ഥാനത്ത് എത്തുകയും ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ.